സ്കൂളിൽ ആദ്യ ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തം ക്ലാസ്സുകളിൽ കുട്ടികളുടെ ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞു. കഥ പറച്ചിലും വഴക്കുകൂടലും, അങ്ങനെ ആകെ ബഹളം. പെട്ടെന്നതാ സ്കൂളിൻ്റെ ഒരറ്റത്തെ ക്ലാസ് ശാന്തമായി. പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിശബ്ദമായി. ഒരു സൂചി വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദത. അകലെ നിന്നും ചെറിയൊരു കാൽപെരുമാറ്റം. കയ്യിലൊരു നീളൻ ചൂരൽവടിയും പിടിച്ച് ഹെഡ് മാസ്റ്റർ ഔസേപ്പ് സാർ സ്കൂൾ വരാന്തയിലൂടെ നടന്നു വരികയാണ്. ഗൗരവത്തോടെ കൈ പിന്നിൽ കെട്ടിയുള്ള ആ നടത്തം മതി ഒരു സ്കൂൾ മൊത്തം നിശബ്ദമാവാൻ. അതായിരുന്നു ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടം. ക്ലാസ്സിൽ വരുമ്പോൾ ഇന്ന് ഏത് അധ്യാപകൻ്റെ ക്ലാസ്സാണ് ആദ്യത്തേതെന്നോർക്കുമ്പോൾ പേടിച്ചു വിറച്ചിരുന്ന കാലം. ടീച്ചർ വന്നാലുടൻ എല്ലാവരും പഠിച്ചല്ലോ അല്ലേ, അപ്പോൾ ചോദ്യം ചോദിക്കാം. അത് കേൾക്കുമ്പോൾ നെഞ്ചിടിപ്പിൻ്റെ താളം കൂടും. അടിയാണോ ഇമ്പോസിഷനാണോ ടീച്ചർ പ്രഖ്യാപിക്കുന്നതെന്നതായിരിക്കും അടുത്ത ചിന്ത. അടിയാണെങ്കിൽ ആ നിമിഷം തന്നെ പരിപാടി തീരും, വീട്ടിലാരും അറിയിക്കുമില്ല. ഇമ്പോസിഷനാണെങ്കിൽ വീട്ടിൽ പോയി കുത്തിപ്പിടിച്ചിരുന്ന് എഴുതണം, അപ്പോൾ വീട്ടുകാരും അറിയും. അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കിട്ടും ഒരെണ്ണം. അതിനിടയ്ക്ക് അടുത്ത ക്ലാസ്സിൽ അധ്യാപകരില്ലെങ്കിൽ അവിടെ ബഹളം തുടങ്ങും. ഉടൻ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ 2 ക്ലാസ്സുകൾക്കിടയ്ക്കുള്ള മരത്തിൻ്റെ സ്ക്രീനിൽ ചൂരലെടുത്ത് ഒറ്റയടി. ക്ലാസ് വീണ്ടും നിശബ്ദം. അതായിരുന്നു ശരിക്കുള്ള സ്കൂൾ കാലഘട്ടം. ഇന്ന് കുട്ടികളെ ശിക്ഷിക്കാൻ അനുവാദമില്ല. ഏതെങ്കിലും അധ്യാപകർ ശിക്ഷിച്ചാലോ മാതാപിതാക്കൾ കേസ് കൊടുക്കും. കാലം ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്നത്തെ തലമുറയും